ഹായ് ഹലോ നമസ്കാരം ഗൈസ്. ഹാവ് എ ഗ്രേറ്റ് ഡേ ഫസ്റ്റ് ഓഫ് ഓൾ. ഇന്നൊരു 12:15 ആകുമ്പോഴേക്കും ഞാനും രാജേട്ടനും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി തന്നെ ലൈവിൽ വരുന്നുണ്ട്. ഡിസ്കഷൻ അബൌട്ട് എവിക്ഷൻ ആൻഡ് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ കുറച്ച് സംഭവങ്ങളും ഇനി എന്തൊക്കെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യണം, മിസ് ചെയ്യരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ബിഫോർ ദാറ്റ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിലോട്ട് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൊമോ ഇസ് നോട്ട് ദ പ്രോമിസ്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ചെറിയൊരു പെർസെൻറ്റേജ് വൈസ് ലാലേട്ടൻ ഈ ഒരു സീസണിൽ കുറച്ച് ഫയറാണ്. ഓക്കെ, അപ്പം നെവിൻ ഔട്ട് ആയില്ലെങ്കിൽ ഐ വിൽ ടേക്ക് എ കോൾ ഓൺ യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ കോള് എന്താണെന്ന് നമുക്കറിയില്ല. അതിൽ എല്ലാവരും വെയിറ്റിംഗ് ആണ്. ചിലരൊക്കെ ചില കാര്യങ്ങൾ ചിലയിടത്തായിട്ട് ഭയങ്കര ഇതായിട്ട് സംസാരിക്കുന്നു. നമുക്ക് എപ്പിസോഡിൽ വരാതെ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. ആൻഡ് ദിസ് ഷോ ഹാവ് സം ക്രെഡിബിലിറ്റി ആൻഡ് ആസ് ആൻ എക്സ് കണ്ടസ്റ്റന്റ് ഐ ക്യാൻ റിവീൽ എവ്രിതിങ്. സോ അതിൻ്റെ ഒരു സസ്പെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കീപ്പ് ചെയ്യണം. അതല്ലാതെ ലീക്ക് ഔട്ട് ചെയ്തതിന് ശേഷം എന്ത് തന്നെയാണെങ്കിലും, കുറച്ച് നാളത്തെ മുമ്പത്തെ ആണെങ്കിലും ലേറ്റസ്റ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് അല്ലെങ്കിലും എന്ത് തന്നെയാണെങ്കിലും റോസിക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ റോസി പോയിക്കോ എന്നുള്ളൊരു വൈബ് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. ഹോപ്പ് യു ഗൈസ് ഗെറ്റ് മീ വാട്ട് ഐ എം ടോക്കിംഗ് അബൌട്ട്. അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത്, ഇന്നലെ അത്രയും വിപ്ലവം കാണിച്ചിരുന്നു. അതായത് അനുവിനെയും നെവിനെയും കൂടി ഒരു ഷോയ്ക്ക് വിളിച്ചാൽ എന്ത് ചെയ്യുന്നു സാബുമോൻ ചോദിച്ചപ്പോൾ മുട്ട എടുത്ത് എറിയും, കത്തിക്കും, കേക്ക് തട്ടിപ്പറിക്കും എന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകാനാണെങ്കിൽ ഞാൻ തയ്യാറാണ്. പക്ഷെ ലാലേട്ടൻ്റെ ചില ചോദ്യങ്ങളൊക്കെ കുറുക്കി കൊണ്ട ചോദ്യമായിട്ട് തന്നെ തോന്നി. പിന്നെ അക്രമത്തോടെ അല്ലെങ്കിൽ ഒച്ചയെടുത്ത് സംസാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ലല്ലോ. അപ്പൊ ചില ചോദ്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നൂറയുടെ ഒരു ക്യാരക്ടറും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ലൂസേഴ്സും ക്യാമറ ഉണ്ടെന്നും പ്രേക്ഷകരെക്കാളും ഇവര് ഈ കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കാതെ വെറുതെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെവിൻ എന്തിനാണ് ഈ വെള്ളം ഒഴിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പം ഇതിനു മുമ്പത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് അനു പറഞ്ഞത് നല്ല പുരുഷന്മാരൊന്നും ഇങ്ങനെ ചെയ്യത്തില്ല, എനിക്കറിയാവുന്ന പുരുഷന്മാരൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം സംസാരിച്ചപ്പോൾ ജെൻഡർ കാർഡ് എടുത്തിട്ട് രീതിയിൽ സംസാരിച്ചു. അപ്പോൾ അനുവിന്റെ വായനാക്കാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ നെവിൻ സംസാരിച്ചു. അപ്പൊ തന്നെ ലാലേട്ടൻ അത് സ്പോട്ട് ചെയ്തു. അത് വെള്ളം ഒഴിച്ചതിന് ശേഷമല്ലേ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ നെവിൻ കിടന്ന് തത്തപ്പത്ത എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നെവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ സംസാരിച്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അനുവിന് ചില കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അറിയില്ല. അത് പേടിച്ചിട്ടാണോ എന്തോ എനിക്കറിയത്തില്ല. പക്ഷെ അത് നൂറ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് ഇവരിങ്ങനെ പറയണ പോലെ ഒന്നുമല്ല, ഭയങ്കര പ്രൊവോക്കിംഗ് ആണ്, ഭയങ്കര പുറകെ നടന്ന് പ്രൊവോക്കിംഗ് ആണെന്നുള്ള കാര്യം സംസാരിച്ചു. അതേപോലെ ലാലേട്ടൻ ചോദിച്ചു നെവിൻ ഭയങ്കര സംഭവമാണെന്നാണോ നെവിന്റെ വിചാരം? അങ്ങനെയൊന്നുമില്ല, പുറത്തുള്ള ആൾക്കാർ നോക്കും എന്നുള്ള രീതിയിൽ. അപ്പൊ നെവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ എനിക്ക് ഭയങ്കര പുച്ഛം തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിനാണെങ്കിലും അക്ബർ ആണെങ്കിലും ആര്യനാണെങ്കിലും ഭയങ്കര അനുവിന്റെ തലയിലേക്കാണ് അവിടെ പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ടിരിക്കാൻ ശ്രമിച്ചത്. ആ സംസാരത്തിൽ നിന്ന് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പൊ നെവിനാണെങ്കിലും പഴയ എക്സ്ക്യൂസ് റീസൺസ് ആണ് പറയുന്നത്. ഇപ്പൊ ബോൾ എറിഞ്ഞ കാര്യത്തിനാണെങ്കിലും വെള്ളം ഒഴിച്ച കാര്യത്തിനാണെങ്കിലും കിച്ചണിലെ കാര്യത്തിനാണെങ്കിലും ആ പാത്രം കഴുകാത്ത കാര്യങ്ങളൊന്നും അവിടെ ആരും സംസാരിക്കുന്നില്ല. അനുമോളാണ് അത് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് സംസാരിച്ചത്. അക്ബർ സംസാരിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഈ ഒരു ഓവർലാപ്പിംഗ് വരുന്നുണ്ടായിരുന്നു. അനുവിന്റെ തലയിലേക്ക് അടിച്ചിടാനായിട്ട് ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നൂറ് അത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. അതേപോലെ തന്നെ ആദിലേയും പറഞ്ഞു നമുക്ക് വിഷമമുണ്ട്, പക്ഷെ അത് ഇവരെ കാണിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അത് അവർ 3 പേരും പറഞ്ഞു. ഇപ്പൊ ചിലർ പറയുമ്പോൾ പാട്ട ഗേൾസിനാണോ സപ്പോർട്ട് ചെയ്യുന്നത്? സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ടവരെ സപ്പോർട്ട് ചെയ്യേണ്ട പോലെ സപ്പോർട്ട് ചെയ്താലല്ലേ ഒരു ഗുഡ് റിവ്യൂവർ ആവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതേപോലെ തന്നെ ആര്യം പറഞ്ഞൊരു കാര്യമുണ്ട്, അനുവിനെ പിടിച്ച് തള്ളിയ കാര്യം പറഞ്ഞപ്പോ കൊലക്ക് കൊടുത്താൽ നോക്കി കൊല്ലാൻ നോക്കി എന്നുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ഇതിനു മുമ്പ് കുറച്ച് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. അവിടെ അനു ഈ ഫൈറ്റ് ആര്യന്റെ ചിരിയും അത് പുള്ളി പറയാണ്, പെട്ടെന്ന് ഒരാൾ വീഴ കാണുമ്പോൾ ചിരി വരും. എനിക്കറിയത്തില്ല, ആര്യൻ അന്ന് ഇതിനു മുമ്പത്തെ പ്രാവശ്യം ഒരു ഇതിൽ ബിഗ് ബോസ് വോൺ ചെയ്തപ്പോഴും പുള്ളിക്ക് വേദനയൊക്കെ എടുക്കുമ്പോൾ പുള്ളി കരയുന്നാണ് പറയുന്നത്. അപ്പൊ അത് ബിന്നിയുള്ളപ്പോഴും പറയുന്നുണ്ടായിരുന്നത് എന്തോ വിഷയമുള്ള കാര്യമാണെന്നുള്ളത്. അപ്പൊ പുള്ളിക്ക് എപ്പോഴും ആര്യനുള്ള ഒരു ക്യാരക്ടറാണ്, എന്തെങ്കിലും ഒപ്പിക്കും. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുമ്പോൾ സോറി ലാലേട്ടാ, അത് എന്റെ തെറ്റായിരുന്നു ലാലേട്ടാ, അത് ഞാൻ ശ്രദ്ധിക്കാം ലാലേട്ടാ, സോറി ലാലേട്ട, ഞാൻ ചെയ്യരുതായിരുന്നു. ഇതെന്താണിത്? ഇതെല്ലാ പ്രാവശ്യവും ഇത് തന്നെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്യും എന്നിട്ട് ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടനെ പഠിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ ലാലേട്ടനെ
ഫുള്ളാക്കുന്ന രീതിയിൽ യെസ് മനസ്സിലായോ എന്നൊക്കെ ലാലേട്ടനെ പഠിപ്പിക്കാൻ പോണ മാതിരിയാണ് പുള്ളി സംസാരിക്കുന്നത്. അപ്പം പുള്ളി ആ പ്രശ്നം പരമാവധി അനുവിന്റെ അടുത്തേക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കി, കൊലക്ക് കൊടുക്കാൻ പോകണം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെ ശരിയാവണില്ല ലാലേട്ടൻ. അപ്പൊ ചിരിച്ചത് കുഴപ്പമില്ല, അത്ര നേരം അഭിനയാന്ന് പറഞ്ഞ് മാറി നിന്നത് കുഴപ്പമില്ല, ജസ്റ്റ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അനു തള്ളി മാറ്റിയതും ആണ് പ്രശ്നം. അല്ലെങ്കിൽ അനു ഇങ്ങനെ സംസാരിച്ചാണ് കുഴപ്പം. ഇന്നലെ ഒറ്റ എപ്പിസോഡിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എല്ലാവരും കൂടി, അതായത് നോറയും കൂടി മിണ്ടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അനുവിനെ അവിടെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അനുവിന്റെ തലയിലേക്കാണ് കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം നെവിന് വലിയ നെവിൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചു, എനിക്ക് അനിയനാണ്, ചേട്ടനാണ്, ഫാദർലി എഫക്റ്റ് ആണ് ഷാനവാസിനോടെന്നൊക്കെ. അപ്പൊ കൂടുതൽ അടുപ്പുള്ളവരെ എടുത്തു വെച്ചിട്ട് തലക്കടിക്കുന്ന ക്യാരക്ടറാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. അതും ലാലേട്ടനോട് ചോദിച്ചത് എനിക്ക് ഇഷ്ടമായി. ഇത് നിങ്ങളുടെ ഡ്രാമ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുന്നത്? ഡ്രാമ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആള് ഭയങ്കര സംഭവമാവാൻ നോക്കി, പണി പാളിയത് കണ്ടപ്പോൾ അവിടെ എലിയെ പോലെ നിന്നിട്ട്. അനുവിന്റെ കാര്യം കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, അനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് അവൾക്ക് മനസ്സിലാവാത്തോണ്ടാണ്. ഇയാൾ ഇങ്ങനെയാണോ ഇഷ്ടം കാണിക്കുന്നത്? അപ്പൊ പിന്നെ ശത്രുവായിട്ട് നിൽക്കണ തന്നെ നല്ലത്. കാരണം നെവിന്റെ ഇഷ്ടമായിട്ട് നിന്ന് നെവി പോലൊക്കെ കടിക്കും. എന്നിട്ട് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ, അതുകൊണ്ട് അത് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അപ്പം ആ ഒരു ഡ്രാമ അതല്ലെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു, അത് പെട്ടെന്ന് അങ്ങനെ ഇന്റൻഷനലി സംഭവിച്ചു, അത്ര ക്രൂവൽ മൈൻഡൊന്നുമല്ല. ആര് പറഞ്ഞു ക്രൂവൽ മൈൻഡൊന്നും അല്ല എന്നുള്ളത്? കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു അക്രമസക്തമായിട്ടാണ് അവിടെ ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ചില സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്ന ചോദ്യം അങ്ങനെ ചോദിക്കുക എന്നുള്ളൊരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് പോണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തൊരു പഞ്ച് കിട്ടാതെ പോലെ എനിക്കത് ഫീൽ ചെയ്തു. നിങ്ങൾക്കത് ഫീൽ ചെയ്തോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കുറെ കാര്യങ്ങൾ സംസാരിച്ചിങ്ങനെ ലെങ്തി ആയിട്ട് പോവാണല്ലേ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ലൈവിൽ സംസാരിക്കാം. ആകെ മൊത്തം ടോട്ടലി നെവിന്റെ അടുത്തേക്കുള്ള ഒരു പഞ്ച് അല്ലെങ്കിൽ ഒരു പുഷ് ആദ്യമുള്ളതിനേക്കാൾ ഒരു കുറവ് പോലെയും, അതേപോലെ അവിടെയുള്ള മറ്റു കണ്ടസ്റ്റൻസ് നൂറ് അതിലെയും അനീഷും ഒഴിച്ചിട്ട് സാബുമാരെ ന്യൂട്രലാണ് നിൽക്കുന്നത്. ബാക്കി ഈ 3 ആൾക്കാരും അനുവിന്റെ തലയിലേക്ക് കാര്യങ്ങൾ ഇടാനായിട്ട് മാക്സിമം ശ്രമിച്ചു. അപ്പം മറക്കണ്ട, ലൈവ് ഉണ്ട് കേട്ടോ 12:15.